ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാനൊരു അടിപൊളി പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പിസ്സ ഷവർമ പിസ്സയാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പിസ്സയുടെ ഫില്ലിംഗ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കിയാലോ. പിസ്സയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാരിനേഷനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്തൂരി മസാലപ്പൊടി. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണോ കൈയോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു മൂടി വെച്ച് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു മൂടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ചിക്കൻ നല്ലപോലെ ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ കുക്കായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്യാപ്സിക്കൺ, ചെറിയ ക്യാപ്സിക്കണാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് ക്യാപ്സിക്കണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് കളർ ക്യാപ്സിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ പിസ്സയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലാദ്യം കുറച്ച് ഒലിവ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിസ്സ ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പിസ്സ ഉണ്ടാക്കുന്ന ഡോവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും പിന്നെ 1 ടേബിൾ സ്പൂൺ മയനൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ചതിന് ശേഷം വീണ്ടും ഒരു പിസ്സ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. പിസ്സ ഉണ്ടാക്കാൻ എടുക്കുന്ന ബ്രെഡാണ് കേട്ടോ പിസ്സ ബ്രെഡ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിസ്സ ബ്രെഡ് ഉണ്ടാക്കുന്നതെല്ലാം. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ പിസ്സ ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചെഡാർ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെഡാർ ചീസ് ഇല്ലെങ്കിൽ മൊത്തത്തിലായിട്ട് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചീസൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പിസ്സ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഒരു പഴയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ പിസ്സ പാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. വളരെ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അവനിലും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ
ഷവർമ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ചീസി ആയിട്ടുള്ളൊരു പിസ്സയാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം എന്തായാലും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പിത്ത ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് കുബൂസിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കുബൂസ് തലേ ദിവസം എല്ലാം മേടിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയിലാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ കുബൂസിൽ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ എനിക്കിവിടെ തലേ ദിവസം ബാക്കി വന്ന കുബൂസാണ്, അപ്പോൾ അതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുബൂസ് ഇല്ലെങ്കിൽ ചപ്പാത്തിയിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, പാനിൽ കുബൂസ് വെച്ച് കൊടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ പിത്ത ബ്രെഡിൽ ചെയ്ത പോലെ തന്നെ സോസും മോസറല്ല ചീസും ചിക്കൻ ഫില്ലിംഗ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിങ്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിത്ത ബ്രെഡ് ചെയ്ത പോലെ തന്നെ മുകളിലായിട്ട് ഒരു കുബൂസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലും മോസറല്ല ചീസോ അല്ലെങ്കിൽ ചെഡാർ ചീസോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു മൂടി വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് കേട്ടോ, കാരണം ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത സാധനമാണ്. ഈ ചീസ് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. കുബൂസിൽ ചെയ്ത് ഷവർമ പിസ്സയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.